ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. മികച്ച ചലച്ചിത്ര രചനകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നമുക്ക് ഏറെ പ്രിയപ്പെട്ട റൈറ്റർ ശ്രീ അഭിലാഷ് പിള്ളയാണ് ഇന്ന് നമ്മളോടൊപ്പുള്ളത്. അഭിലാഷ്, നമസ്കാരം. ഹാപ്പി വിഷു. യെസ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ? ഏറ്റവും പുതിയ സിനിമ വിശേഷം എന്താ, പുതിയ പടം റിലീസ് ആവാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുക. ഇനി അധികം ദിവസവും ഇല്ല. സുമതികളോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്, പിന്നെ അടുത്ത പടം തുടങ്ങാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ്, പിന്നെ വിഷുവാണ് ഏറ്റവും വലിയ. വിഷുവിൽ പറഞ്ഞു തുടങ്ങാം. സാധാരണ വിഷു ആഘോഷങ്ങൾ എങ്ങനെയാണ്? ഇത്തവണത്തെ വിഷു എങ്ങനെയാണ്? അല്ല, വിഷു ശരിക്കും വീട്ടിൽ തന്നെ, വീട്, പിന്നെ സുഹൃത്തുക്കള്, മറ്റു കാര്യങ്ങളോട് ഇങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ നമ്മൾ അറിയാലോ, നമ്മുടെ തിരക്കിനകത്ത് വിഷു ഒക്കെ ആഘോഷിക്കാൻ വലിയ കഷ്ടമാണ്. എന്നാലും എവിടെയാണെങ്കിലും ചോറ്റാനിക്കൽ അമ്പലത്തിൽ പോയി നമ്മൾ തൊട്ട് മുൻപ് കണ്ടതും ചോറ്റാനിക്കര മകത്തിന്റെ. ഞാൻ ആലോചിക്കാറുണ്ട്, അഭിലാഷ് ഡിസ്കസ് ചെയ്യുന്ന സിനിമകളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതലും കുറച്ച് സ്പിരിച്വലായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കഥകൾ കൂടുതലുണ്ട്. അല്ലാത്ത ത്രില്ലറും പല വിധത്തിലുള്ള സിനിമകളുണ്ടെങ്കിലും ഇപ്പം ചോറ്റാനിക്കര അമ്പലത്തിൽ കഴിഞ്ഞവണ കണ്ടതുകൊണ്ടും മകത്തിൻ്റെ ദിവസം തന്നെ കണ്ടതുകൊണ്ടും പുതിയ സിനിമകളിൽ അങ്ങനെ ഒരു തീം കൂടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ല, ഞാനിപ്പോൾ അടുത്ത് ചെയ്യാൻ വന്ന പടം ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ കഥയാണ്. അത് എനിക്ക് തോന്നുന്നു പല ഇൻ്റർവ്യൂകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മുടെ കഥ പറയുമ്പോഴുടെയും മാണിക്യക്കലിൻ്റെ ഒക്കെ സംവിധായകൻ എം മോഹനൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം ഞാൻ എഴുതുന്നു. അത് ഞങ്ങൾ തീർച്ചയായിട്ടും മാളികപ്പുറം പോലെ തന്നെ ഫാമിലി ഓഡിയൻസിന് തിയേറ്ററിലേക്ക് എത്താവുന്ന ഒരു സിനിമയായിരിക്കും. ചോറ്റാനിക്കര അമ്പലവും അവിടെ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെയും ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് സ്പിരിച്വൽ സിനിമകൾ എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കഥകൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു അമ്പലത്തിനെ ബേസ് ചെയ്ത കഥ, അല്ലെങ്കിൽ ഒരു നാടിനെ ബേസ് ചെയ്തിട്ട് അതിനെ പറയുന്ന കഥ. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ ത്രില്ലറുകൾ എഴുതുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ കിടക്കുന്ന എപ്പോഴും അങ്ങനത്തെ സിനിമകളാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലൈനപ്പായിട്ട് വരുന്ന ഒരു 4-5 സിനിമകളിൽ അതിൻ്റെ ഒരു ഛായ ഉണ്ട്. അല്ല, അതിന് വലിയ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ സിനിമയുടെ ട്രെൻഡ് പോകുന്നതിൽ നിന്നും വേറിട്ടൊരു ട്രാക്കാണത്. അല്ല, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എൻ്റെ സിനിമകൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കുടുംബ പ്രേക്ഷകരെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടതാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ഇപ്പം മാളികപ്പുറം സിനിമ യങ്സ്റ്റേഴ്സും കണ്ടിട്ടുണ്ട്. ഇപ്പം സുമതിയോളം എന്ന് പറയുന്ന ഒരു ഹൊറർ കോമഡിയാണ്. യൂത്തിനും ഫാമിലിക്കും പറ്റിയ പടം. പക്ഷേ അതിൽ ഞാൻ ഒരു നാടും അവിടുത്തെ വിശ്വാസവും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു മലയാള സിനിമയെ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് അത്. അപ്പോൾ അതിനെ വീണ്ടും ഒന്ന് റീബിൽറ്റ് ചെയ്യണ ഒരു ആഗ്രഹത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. എത്രത്തോളം നന്നാവുമെന്ന് അറിയില്ല. അല്ല, അതിപ്പോൾ എഴുത്തിൻ്റെ ഒരു സ്വഭാവത്തിലേ കുടുംബ ബന്ധങ്ങൾ സിനിമയിൽ കുറഞ്ഞു പോകുന്നു. അച്ഛൻ, മക്കൾ, മുത്തശ്ശി, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇതൊക്കെ കുറഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ തീരില്ല എന്നല്ല. അപ്പോൾ അഭിലാഷിൻ്റെ സിനിമകൾ നോക്കി ഒരു പാരന്റ് കിഡ് കണക്ഷൻ പലതിനും കൂടുതലായിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ സിനിമകളിലും അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ മക്കൾ, മുത്തശ്ശൻ, മുത്തശ്ശി ഈ കൺസെപ്റ്റ് ഞാൻ കൊടുക്കും. കാരണം ഞാൻ അങ്ങനെ വളർന്ന ആളാണ്, ഞാൻ കണ്ടു വളർന്ന ആളാണ്, അങ്ങനെ ജീവിച്ച ആളാണ്. അപ്പം എൻ്റെ കഥകളിൽ തീർച്ചയായിട്ടും അതെല്ലാം വരും. കാരണം ഒരു മുത്തശ്ശനോ മുത്തശ്ശോ ഇല്ലാത്തൊരു കഥ എന്നെ കൂടെ ആലോചിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ സിനിമകളിലും പ്രത്യേകിച്ച് അതിൽ അച്ഛൻ മകൾ ബന്ധം ഭയങ്കരമായിട്ട് പറയും. കാരണം എനിക്ക് 2 പെൺമക്കളാണ്. അപ്പം ഞാൻ അതെൻ്റെ എല്ലാ സിനിമകളിലും, ഇപ്പോൾ 10ാം വളവിലാണെങ്കിലും മാളികപ്പുറത്തിലാണെങ്കിലും ഇപ്പം ആനന്ദസുബാലൊപ്പം മകനും അമ്മയുമാണ് വന്നത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ റിലേഷൻഷിപ്പുകൾ സിനിമയിൽ നൈറ്റ് ഡ്രൈവിൽ പോലും ഉണ്ട്. അച്ഛനുമായിട്ടുള്ളൊരു കണക്ഷൻ അതുകൊണ്ട് പിന്നെ മറ്റ് കുട്ടിയുടെ ഒരു ട്രാക്ക് വരുന്നുണ്ട്. അപ്പം ഇപ്പം എൻ്റെ തമിഴ് സിനിമ കടാവർ നോക്കിയാലും അതിൽ അമ്മയും മകളുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞ ചോറ്റാനിക്കര കഥയിൽ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ അതാണ്, അങ്ങനത്തെ ബേസിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം ഞാൻ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ചെയ്യുന്നത് എൻ്റെ മകളാണ്, എൻ്റെ മൂത്ത മകളാണ്. എന്നെ ഏറ്റവും കൂടുതൽ എന്നെ എഴുത്തിനകത്ത് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കഥകൾ എഴുതുമ്പോൾ എവിടെയെങ്കിലും ഞാൻ അവളുടെ ചായവുള്ള ഒരു കഥാപാത്രം കൊടുക്കാൻ നോക്കും. അപ്പം അങ്ങനെ എഴുതുമ്പോഴാണ് ഇത് ഇങ്ങനെ ആയി പോകുന്നത്. ഒപ്പം അഭിലാഷിന് അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് കേട്ടിട്ടുള്ള സ്നേഹവാത്സല്യങ്ങളും തീർച്ചയായിട്ടും കാരണം ഞാൻ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്ന ആളാണ്. എൻ്റെ വീടെന്ന് പറയുന്ന നാട്ടിൽ എൻ്റെ വീടിൻ്റെ രണ്ട് സൈഡും ഓരോ അമ്പലങ്ങളാണ്. അപ്പോൾ രാവിലെ നമ്മൾ കേട്ട് ഒന്ന് കൃഷ്ണൻ്റെ അവിടെയാണ് മാളികപ്പുറത്തിൻ്റെ ആ നങ്ങേലി പോകുന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത്. കൃഷ്ണൻ്റെ അമ്പലം എൻ്റെ വീടിൻ്റെ പത്തനംതിട്ട കോന്നി. ഒരു സൈഡ് വന്നിട്ട് ഒരു കാവാണ്. അപ്പം ഞാൻ ഈ ചെറുപ്പം മുതലേ നമ്മളിത് കേട്ട് കണ്ടു വളർന്ന ഒരു സാഹചര്യം ഇതാണ്. പിന്നെ അച്ഛൻ്റെ അമ്മയാണെങ്കിലും അമ്മയുടെ അമ്മയാണെങ്കിലും അച്ഛൻ്റെ അച്ഛനായാലും ഇവരൊക്കെ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു, ഒരുമിച്ചായിരുന്നു. അപ്പോൾ പക്ഷേ ഇന്നവർ അമ്മയുടെ അമ്മ മാത്രമേ ഇന്നുള്ളൂ ജീവിച്ചിട്ടുള്ളൂ. ബാക്കി മുത്തശ്ശിയൊക്കെ മരിച്ചു. പക്ഷെ അവരൊക്കെ മരിച്ചു കഴിയുമ്പോൾ ഇവരുടെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാകും. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം നമ്മുടെ സിനിമയിലൂടെങ്കിലും നമുക്കിത് പറയണം.
സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ 90s കിഡ്സ് എന്നത് ചർച്ച ചെയ്യുമ്പോഴേ 90കൾ അവിടെ ബാല്യം ആഘോഷിച്ചവർ അവരിന്ന് അനുഭവിക്കുന്ന അവരുടെ ഒരു സന്തോഷം എടുത്തു പറയേണ്ടടുത്താണ് നേരത്തെ 90s കാര്യം സ്പർശിച്ചത്. അതെ, 80കളിൽ 90കളിൽ മലയാള സിനിമ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 80s പ്രത്യേകിച്ചും പിന്നീട് 90s പത്മരാജൻ, ലോഹിദാസ്, MT വാസുദേവൻ നായർ സാർ, പിന്നീട് രഞ്ജി പണിക്കർ, ടി ദാമോദരൻ, എത്രയോ റൈറ്റേഴ്സ് അതെ അതെ. അവരുടെ പലപ്പോഴും അവർ എഴുതിയ സിനിമകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്ക്രിപ്റ്റുകൾ വായിച്ചിട്ടൊക്കെ നേടിയിട്ടുള്ള വായനാനുഭവം അത് സിനിമയെ എത്രത്തോളം സ്വാധീനിച്ചിട്ടില്ല. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്ന റൈറ്റർ ലോയ് സാറാണ്. ഞാൻ ഇന്നും ഏത് സിനിമ എഴുതുന്നതിന് മുന്നേ ഞാൻ ലോയ് സാറിൻ്റെ തിരക്കഥകൾ വായിക്കാറുണ്ട്. അങ്ങനെ എൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ കാണുന്ന നല്ല റിപ്പീറ്റ് വാല്യൂള്ള സിനിമകൾ ഞാൻ ലോയ് സാറിൻ്റെ സിനിമകളാണ്. അതിൽ ഇപ്പം വീണ്ടും ചില വീട്ടുകാരനായാലും, അരയന്നങ്ങളുടെ വീടായാലും, കിരീടമായാലും, ചെങ്കോലായാലും, ഇതിലൊക്കെ ബന്ധങ്ങളുടെ വില അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. ഞാൻ എൻ്റെ എത്രയോ സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ പറ്റി ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അത് വാദോടെ സംസാരിക്കുന്നത് കാരണം അദ്ദേഹം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നാണ് ഈ കഥാപാത്രം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പുള്ളിക്ക് ഇത്ര ഡെപ്തിൽ എഴുതാൻ പറ്റുന്നത്. അത് മാത്രമല്ല സിനിമയുടെ പ്രത്യേകിച്ചുള്ള കഥാമുഹൂർത്തങ്ങളിൽ ഡിമാൻഡ് ചെയ്യുന്ന ചില ഡയലോഗുകളെ കാച്ചിക്കുറുക്കി ഏറ്റവും ഷോർട്ടായിട്ടും ഹൃദ്യമായിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഹുസൈൻ അബ്ദുള്ളയിൽ ബ്രാഹ്മണൻ എന്നാൽ ബ്രഹ്മജ്ഞാനമുള്ളവനാണ്, സംഗീതമുള്ളവന് അതുണ്ട് എന്ന് പറയുന്നത് ഉണ്ടല്ലോ. അല്ലെങ്കിൽ അമ്മയെ എൻ്റെ അച്ഛനെ നടുറോട്ടിലിട്ട് പട്ടിയെ പോലെ തന്നെ ഞാൻ കണ്ടു നിൽക്കണമെന്ന് കിരീടത്തിൽ ചോദിക്കുന്നതൊക്കെ ആ ഫീൽ ഉണ്ടല്ലോ. ഞാൻ അതിൻ്റെ തുടർച്ചയായിട്ട് മാളികപ്പുറം സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അവിടെ മനോജ് കെ ജെയിനും ഉണ്ണിമുതലുള്ള ഇൻട്രാക്ഷനിൽ അതായത് ദൈവത്തെ കണ്ടിട്ടുണ്ടോ, ദൈവം മനുഷ്യന് ആവശ്യമുള്ള സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ വിളിക്കുമ്പോൾ മനുഷ്യനായിട്ട് തന്നെ ഒന്ന് സഹായിക്കും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടികൾക്ക് ദൈവം നീയാണെന്നാണ് ഉണ്ണിമുന്നോട് പറയുന്നത്. അപ്പൊ ഹനീഫ് ഫിലോസഫിയാണോ, തത്വമസി, സ്വാമി ശരണം, അപ്പൊ അതിലുണ്ട് ഈ കാച്ചിക്കുറുക്കൽ. അത് പറയണ്ട, അതെനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ഡ്രാഫ്റ്റ് എഴുതിയേക്കുന്ന ഒരു ഡയലോഗ്. അത് പെട്ടെന്ന് എഴുതി തീർത്ത ഒരു ഡയലോഗ് അല്ല. ഒരുപാട് ഡ്രാഫ്റ്റ് എഴുതിയിട്ടാണ് അത് ആലോചിച്ചത് വെച്ചാൽ കാരണം അത് ഒരാൾക്കും അത് ഫീൽ ചെയ്തത് മീൻസ് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം അത് കേൾക്കുന്ന ഒരാൾക്ക് അയാളുടെ പേഴ്സ്പെക്റ്റീവിൽ അയാൾ വിശ്വാസിയല്ല അവിശ്വാസിയാണെങ്കിലും അയാൾക്കത് കിട്ടണം എന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. എനിക്ക് പലപ്പോഴും എൻ്റെ ബാക്കി എല്ലാ കഥകളും നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന് എഴുതി തീർത്തേക്കുന്നതാണ്. പക്ഷേ മാളികപ്പുറത്തെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ഞാൻ റീവർക്ക് ചെയ്ത് അങ്ങനെ പലതും കൊണ്ടുപോയിരിക്കുന്നത്. എനിക്കതിൽ ഏറ്റവും വലിയ ചലഞ്ചായിട്ട് തോന്നിയൊരു സാധനമായിരുന്നു ഈ ക്ലൈമാക്സിലെ ഡയലോഗ്. കാരണം അത് താഴെ പോയാൽ സിനിമ നിൽക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ ആ സീൻ അവർ പെർഫോം ചെയ്തു. മനോജേട്ടനായാലും ഉണ്ണിയാണെങ്കിലും അത് പെർഫോം ചെയ്ത സമയത്ത് ഞാൻ അവരെ കണ്ടൊരു ഓർമ്മയുണ്ട്. അത് പറയുമ്പോൾ മനോജേട്ടനേക്കാൾ എനിക്കൊന്നും അത് പറയാൻ യോഗ്യനായിട്ടൊരാൾ ആ സിനിമയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശബരിമല അല്ലെങ്കിൽ അയ്യപ്പനോട് ബന്ധപ്പെട്ട് അത്രയും നിൽക്കുന്ന ഒരാൾ. ഞാൻ ഈ കഥ പറയാൻ പോകുമ്പോൾ തന്നെ അദ്ദേഹം ഈ ഡയലോഗ് ഞാൻ പറയുമ്പോൾ തന്നെ പുള്ളി കണ്ണുകൊണ്ട് ഇത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അതെ സ്വീകാര്യമായിട്ടാണല്ലോ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് അതിനെ നമ്മൾ വിമർശിക്കുകയും ചെയ്തു. നിങ്ങൾ അവസാനം കൊണ്ടൊരു മുസ്ലിം പേര് വെച്ചത്. അപ്പം ഞാൻ പറഞ്ഞു മുസ്ലിം പേര് വെച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരിൽ ഹിന്ദു പോലീസുകാർ മാത്രമല്ല, അവിടെ ക്രിസ്ത്യൻ പോലീസും മുസ്ലിംസുമാണ്. അവിടെ അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. അതൊരു മതമൈത്രിയിൽ ഉള്ളൊരു അമ്പലമാണ്. കാണുന്ന പ്രേക്ഷകരും എല്ലാവരും ഒരേ സ്പിരിറ്റിലേക്കാണ്. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ അതേ സ്പിരിറ്റിലാണ് നമ്മൾ അവരിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ കഥാപാത്രങ്ങൾ വെക്കാൻ. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വെക്കാൻ പറ്റിയ ആപ്റ്റ് ക്യാരക്ടറാണ്. കാരണം അതിന്റെ ഒരു ഓപ്പണിംഗ് ഷോട്ട് ഉണ്ട്. മറ്റേ പുള്ളി ഒരു തേങ്ങ അടിക്കാൻ നിൽക്കുമ്പോൾ പുള്ളിക്കൊരു ഫോൺ വരും. ഇവിടെ അച്ഛൻ പുള്ളി പറയുന്നുണ്ട് ഉപ്പാ എന്തുണ്ടെങ്കിലും മകരോളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിന്നേറിയ സമയമല്ല. കാരണം പുള്ളിയുടെ വാല്യൂ ഉള്ള അദ്ദേഹത്തിന് ജോലിക്കാണ്. പിന്നെ പുള്ളി കൺസിഡർ ചെയ്യുന്നില്ല, പുള്ളി തേങ്ങ അടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ പെർസെൻറ്റേജ് ഇതുകൊണ്ടൊരു വിശ്വാസം പുള്ളിക്ക് വന്നു കഴിഞ്ഞാണ്. അതൊരിക്കലും ഒരു ഹിന്ദു ആയതുകൊണ്ട് മുസ്ലിം ആയിട്ട് ക്രിസ്ത്യാനല്ല. വിശ്വാസം നമുക്ക് എന്തിനോട് തോന്നാം. ഞാൻ വേളാങ്കണ്ണി പള്ളിയിൽ പോകുന്ന ആളാണ്, ഞാൻ ഭീമാപ്പള്ളിയിൽ പോകാറുണ്ട്, ഞാൻ അമ്പലങ്ങളിൽ പോകാറുണ്ട്. അപ്പം എൻ്റെ വിശ്വാസം വെച്ചാൽ ഞാൻ ഇതിനൊക്കെ ഒന്നായി കാണുന്ന ആളാണ്. എന്നെ തീർച്ചയായിട്ടും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഡയലോഗ് എഴുതുമ്പോൾ ഞാനത് ഞാൻ നിൽക്കുന്ന ആൾ, ഞാൻ ബിലോങ് ചെയ്യുന്ന എൻ്റെ റിലീജിയനെ മാത്രം വെച്ച് എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പം ഞാനത് എല്ലാ തിയേറ്ററിൽ ഇരിക്കുന്നത് ഇവർ മാത്രമല്ലല്ലോ, ഹിന്ദുക്കൾ മാത്രമല്ല, അവിടെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതിലൊരു വലിയ വിമർശനം വരാതെ എല്ലാവർക്കും ഹാപ്പി ആവുന്ന പോലെ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത ചോറ്റാനിക്കരമ്മയാലും അങ്ങനെ തന്നെയാണ്. ചോറ്റാനിക്കരമ്മയിൽ ഞാൻ ഒരിക്കലും അതൊരു ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു സിനിമ മാത്രമല്ല, അത് ആ സിനിമ കാണുന്ന ആൾക്ക് ആ സിനിമയോടൊരു വിശ്വാസവും ഈ പറയുന്ന മാറ്ററിനോടൊരു വിശ്വാസവും തോന്നണം. അങ്ങനെയാണത് ട്രീറ്റ് ചെയ്തത്. അതേസമയം വിശ്വാസമുള്ളവർക്ക്, ഭക്തിയുള്ളവർക്ക് ഒരിക്കലും ഒരു തൃപ്തിക്കുറവ് തോന്നാത്ത വിധത്തിൽ തന്നെ ചെയ്യും. അതിന് ഞാൻ ഒരു തൂക്കം കൂടുതൽ കൊടുക്കാറുണ്ട്. കാരണം ഞാൻ നല്ലൊരു വിശ്വാസിയാണ്, ഞാൻ വലിയൊരു വിശ്വാസിയാണ്. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പകുതി സമയം ഞാൻ അമ്പലങ്ങളാണ്. പിന്നെ ഈ തിരക്കുകളൊക്കെ ഞാൻ പൂർത്തീകരിക്കുന്ന ചോറ്റാനിക്കര അമ്പലത്തിൽ ഇരുന്നിട്ടാണ്. എൻ്റെ എഴുത്തിൻ്റെ രീതി അതാണ്. ഞാൻ മാളികപ്പുറം എഴുതിയതായാലും ഇപ്പോഴത്തെ ഇതൊക്കെ എഴുതി തീർത്തേക്കുന്ന ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിൽ ഇരുന്നിട്ടാണ്. ഞാൻ അവിടുത്തെ എൻ്റെ ഒരു റൂമുണ്ട്, ഞാൻ എപ്പോഴും അവിടെ ഇരുന്ന് ഞാൻ എഴുതാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ എഴുത്തുകളിൽ
ഭക്തിക്ക് ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട്. ഞാൻ അതിൻ്റെ പേര് ഞാൻ വിമർശിക്കപ്പെടുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. അത് മറ്റ് സിനിമകളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നൈറ്റ് ഡ്രൈവ് ഒരു വേറിട്ടൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അതെ, തുടക്കത്തിൽ ചെയ്ത സിനിമയാണ് അല്ലേ? 10ാം വളവും നൈറ്റ് ഡ്രൈവ് ആണ്. നൈറ്റ് ഡ്രൈവും 10ാം വളവും കടാവറും തുടങ്ങിയ സമയത്ത് ചെയ്തതാണ്. അപ്പോൾ ആ സിനിമകൾ ചെയ്യുമ്പോൾ ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല, അഥവാ ഇപ്പോൾ ഉള്ളൊരു ബ്രാൻഡിലേക്ക് എത്തുന്നതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്സ് ആണ്. അപ്പോൾ അന്ന് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ലിമിറ്റേഷൻസ്, പരിമിതികൾ, പ്രതിസന്ധികൾ അതിനെ പരിഹരിച്ച് മുന്നേറാൻ സാധിച്ചിട്ടുണ്ടല്ലോ അഭിലാഷിന്? എങ്ങനെയാണ് ഓർക്കുന്നത്? ഇല്ല, ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ കടാവറാണ്, തമിഴിലാണ്. അപ്പോൾ കടാവർ ശരിക്കും പറഞ്ഞാൽ അത് മലയാളത്തിൽ ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയായി, തിരക്കഥ പൂർത്തിയാക്കി, ഇവിടുത്തെ ഒരു വലിയ സ്റ്റാർ അത് ചെയ്യാം അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മെയിൻ ഹീറോ. ഹീറോയിനാണല്ലോ അല്ല, പക്ഷെ ആദ്യത്തെ വേർഷൻ അത് മെയിൽ വേർഷനാണ്. അന്ന് അതിലേക്ക് ഏകദേശം എല്ലാം എത്തുന്ന മൊമെന്റിൽ സിനിമയാണ്, എനിക്കറിയാം സിനിമയിൽ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ സിനിമ അന്ന് നടക്കാതെ പോയി. അപ്പോൾ അന്ന് എങ്ങനെ ഇനി മുന്നോട്ട് പോകും എന്ന് നിൽക്കുമ്പോഴാണ് എനിക്കിത് എന്തുകൊണ്ട് ഇത് ഫീമെയിൽ വേർഷനിലേക്ക് ചിന്തിച്ചുകൂടാ എന്ന് ആലോചിച്ചിട്ടാണ് നമ്മളിത് ഫീമെയിൽ വേർഷൻ ആയിരുന്നത്. അങ്ങനെയാണ് അത് അന്ന് മഞ്ജു ചേച്ചിയാണ് ആദ്യം കേൾക്കുന്നത് മലയാളത്തിൽ. മഞ്ജു ചേച്ചി കേട്ട് കഴിയുമ്പോൾ മഞ്ജു ചേച്ചി തന്നെ അഭിലാഷ് ഈ കഥ മലയാളത്തിൽ എന്നെ വെച്ച് ചെയ്താൽ പ്രശ്നം, ഇതൊരു ത്രില്ലറാണ്, മലയാളത്തിൽ ത്രില്ലർ എത്രത്തോളം വർക്കാവുന്ന അഭിലാഷം അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ബെറ്റർ ഓപ്ഷൻ നിങ്ങൾ തമിഴ് ചെയ്ത് നന്നായിരിക്കും. അതുകൊണ്ട് ചേച്ചിയാണ് എന്നെ തമിഴിലേക്ക് വിടുന്നത്. അങ്ങനെയാണ് അമലാപ്പോൾ കേൾക്കുന്നതും അമല അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും തമിഴ് ചെയ്യുന്നത്. പിന്നീട് തിരിച്ച് ഇവിടെ വരുമ്പോഴാണ് ഈ കടാവറ ഷൂട്ട് തുടങ്ങുമ്പോൾ എനിക്ക് ഇവിടെ കഥ പറയാനുള്ള അവസരം കിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ അന്നത്തെ രീതി എന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് കഥകളുണ്ട്. കാരണം ഞാൻ ഈ 10 കൊല്ലം സിനിമയൊക്കെ കണ്ടിട്ട് ഒരുപാട് കഥകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിത് എല്ലായിടത്തും പോയി പറയുന്നുണ്ട്, ഇപ്പോൾ ഏതാ നടക്കുന്നത് അറിയില്ല. അങ്ങനെയാണ് പപ്പേട്ടൻ 10ാം വളവും വൈശാഖേട്ടൻ നൈറ്റ് ഡ്രൈവ് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങി. ഇത് രണ്ടും ഒരേ സമയമാണ് തുടങ്ങുന്നത്, ഒരേ സമയം ഷൂട്ട്. രാവിലെ 10ാം വളവിൻ്റെ ഷൂട്ട്, രാത്രി നൈറ്റ് ഡ്രൈവിൻ്റെ ഷൂട്ട്. ഫുൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ രീതി എങ്ങനെയാണെന്ന് ഞാൻ എഴുതി കംപ്ലീറ്റ് ആക്കി വെക്കും. കാരണം വെച്ചാൽ എൻ്റെ ഒരു ഡ്രാഫ്റ്റ് വെക്കും, പിന്നെ ഞാനത് റീവർക്ക് ചെയ്തേ ഉള്ളൂ. അന്ന് ഇപ്പോഴത്തെ രീതി വെച്ചാൽ ഇപ്പം നമ്മൾ കഥ പറഞ്ഞിട്ട് നമ്മൾ എഴുതി കൊടുക്കത്തേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇപ്പം പുതിയ പുതിയ കഥകൾ വരുന്നു. അപ്പം അന്നത് അത്ര സ്പീഡ്. എനിക്ക് 1 വർഷം 4 പടം ഞാൻ ചെയ്തു. 2022 എൻ്റെ 4 പടം റിലീസായി. അതായത് കടാവറും നൈറ്റ് ഡ്രൈവും 10ാം വളവും മാളികപ്പുറവും 2022. പിന്നെ 1 വർഷം ഒരു ബ്രേക്ക്. അതായത് മാളികപ്പുറം ഇറങ്ങിയത് 2022 ഡിസംബർ 30. കണക്ക് നോക്കുവാണ്ട് 2023 പടം ഓടിയിരിക്കുന്നത്. അതിനുശേഷം ബ്രേക്ക് അല്ല. അതിനുശേഷം ആക്ച്വലി ഞാൻ തമിഴിലൊരു വലിയ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഴുത്തും കാര്യങ്ങളും നിൽക്കും. അതൊന്നും ഡിലേ ആയപ്പോൾ മലയാളത്തിൽ ഒരു പടം ചെയ്യാൻ തോന്നിയിട്ടാണ് ആനന്ദ് ശ്രീബാല. അപ്പോൾ അത് ആ വർഷം ലാസ്റ്റ് പ്ലാനിങ് തുടങ്ങിയിട്ടാണ് 2024 ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ സുമതിവളവ്. സുമതിവളവിൻ്റെ ഒരു പ്രിപ്പറേഷൻ പോകുന്നത് പാരലൽ. അത് മാളികപ്പുറം ടീം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ 2025 സുമതിവളവും ഒരു പടം കൂടെ റിലീസാവും ഈ വർഷം. ഒരു സിനിമയുടെ ആവിഷ്കരണത്തിൽ നിർമ്മാണം, സംവിധാനം, അഭിനയം ഉൾപ്പെടെയുള്ള ഒരുപാട് സാങ്കേതികത്വങ്ങൾ ചേരുന്നുണ്ടല്ലോ. അപ്പം അതിലൊന്നാണ് തിരക്കഥ, ചലച്ചിത്ര രചന എന്നുള്ളത്. ശരിക്കും സിനിമയുടെ എക്സ്പോഷർ കിട്ടുന്നത് കൂടുതലും ഓൺ സ്ക്രീനായിട്ടുള്ള ആക്ടേഴ്സിനാണ്, ഒപ്പം പാട്ടുകാർക്ക് കിട്ടുന്നുണ്ട്, പലർക്കുണ്ട്. ഈ റൈറ്റേഴ്സിന് വേണ്ട വിധത്തിലുള്ള ഒരു പ്രശസ്തി അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള അടുപ്പം, അവരെടുക്കുന്ന എഫർട്ടിന് വേണ്ട രീതിയിലുള്ള അപ്രീസിയേഷൻ കുറച്ചുകൂടെ കിട്ടണം എന്ന് തോന്നാറുണ്ട്. അല്ല, തോന്നാറുള്ളതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു അത് വേണ്ടാന്ന് വെക്കുന്ന പലപ്പോഴും തോന്നും നമ്മുടെ എഴുത്തുകാർ. കാരണം എഴുത്തുകാരുടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഈ അവരെവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എഴുത്തുകാർ അധികം പബ്ലിക്കിലേക്ക് വരുന്നത് ഞാൻ വളരെ കണ്ടില്ല. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും സിനിമയിലേക്ക് വരുന്നത് ഞാൻ അഭിനയിക്കാൻ ആഗ്രഹിച്ചു വന്ന ആളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എഴുത്തുകാരനായെങ്കിലും എൻ്റെ ഉള്ളിൽ ഈ സാധനമുണ്ട്. അപ്പം ഞാനെപ്പോഴും പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് എനിക്ക് എക്സ്പോഷർ കിട്ടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പബ്ലിക് ഫംഗ്ഷനിൽ ഞാൻ പോകാറുണ്ട്. ഞാൻ എൻ്റെ ഇൻ്റർവ്യൂകളിലായാലും. അപ്പം അത് കാരണം പുറത്ത് ചെന്നാൽ എന്നെ പെട്ടെന്ന് ആളുകൾ വന്നിട്ട് അഭിലാഷ് അല്ലേ എന്ന് ചോദിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ അപ്പം നമ്മൾ എടുത്ത എഫോർട്ട് കൊണ്ട് നമ്മുടെ PR വർക്ക് കൊണ്ടാണ് ഒരു പക്ഷേ നമുക്കിത് കിട്ടുന്നത്. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഒരു വർക്ക് നന്നായി അതൊരു വലിയ വിജയമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പേര് അവിടെ കയറും. ഇതാരാണെന്നായിരിക്കും ചിലപ്പോൾ പലർക്കും ചില റൈറ്റേഴ്സിൻ്റെ വർക്കുകൾ അവരുടെ പേര് ഭയങ്കര ഫേമസ്, പക്ഷേ ഇവരെ കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയില്ല. നിങ്ങളായിരുന്നല്ലോ ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ അതെനിക്ക് തോന്നുന്നു എപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന മുഖമാണ് ജനങ്ങൾ എപ്പോഴും തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് ഈ എഴുത്തുകാർക്കൊരു പേര് ഭയങ്കരമായിട്ട് കിട്ടും, ഈ ആളെ കണ്ടാൽ തിരിച്ചറിയാത്ത പാട്ട് എഴുത്തുകാർക്കും ഉറപ്പായിട്ടും. പിന്നെ എനിക്കൊന്ന് സിനിമയിൽ കുറച്ച് മുന്നേ സിനിമയിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിലും ഞാനെപ്പോഴും പറയും ഒരു സിനിമയുടെ നട്ടൽ അതിൻ്റെ തിരക്കഥയാണ്. ഒരു നല്ല തിരക്കഥ ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി എത്ര കോടിയുടെ സിനിമ ചെയ്ത് വെച്ചാലും അത് കാര്യമില്ല. നമ്മൾ തെളിയിച്ചിട്ടുള്ള എത്രയോ നല്ല തിരക്കഥയ്ക്ക് ഏറ്റവും മിനിമം ബഡ്ജറ്റിലാണെങ്കിൽ പോലും പടത്തിന് ഏറ്റവും സിനിമയ്ക്ക് മാറ്റാൻ പറ്റും. അതേ പോലെ ഇപ്പോൾ ബഡ്ജറ്റിലോ അതിലോ ഒന്നും അല്ല കാര്യം. ഒരു സിനിമ ഒരു പ്രേക്ഷകന്റെ ആസ്വാദന നിലവാരത്തിന് മുകളിൽ കൊടുത്താൽ
അതൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ്. ആസ്വാദന നിലവാരത്തിന് ഒപ്പം കൊടുത്താൽ അതൊരു ഹിറ്റായിരിക്കും. അതിന് താഴേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും ഇത്. അപ്പോൾ ഈ പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരം എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ അതെങ്ങനെ അറിയുമെന്ന് ഇന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലർ പറയും ചില സിനിമയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ചില സിനിമകളെ വിമർശിക്കാറുണ്ട്. വിമർശിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇത് ചെയ്യുന്നവർ ഒരിക്കലും ഈ സിനിമ മോശമാവാൻ വേണ്ടി ചെയ്യുന്നതല്ലല്ലോ. കാരണം ഇത് ഏത് റൈറ്ററും ഏത് ഡയറക്ടറും ഏത് ആർട്ടിസ്റ്റും ഒരു സിനിമ ചെയ്യുന്നത് വിജയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വിജയിക്കാതെ പോകുന്നത് വെച്ചാൽ അത് ആ സിറ്റുവേഷനും എനിക്ക് തോന്നുന്നു ഒരു തിയേറ്ററിൽ ഒരു കൂട്ടം ആളുകൾ ഇന്ന് കാണുമ്പോൾ ഇതിൽ 100 പേരുടെ ചിന്താഗതി ഒരുപോലെ ആയിരിക്കില്ല. അതിലൊരു 80 പേരുടെ ചിന്താഗതി ഒരേപോലെ ഈ സിനിമ ഓക്കെ ഇത് ഓക്കെ ആണെങ്കിൽ പടം വിജയിക്കും. ഒരു 50% ആണെങ്കിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. 50 താഴേക്ക് പോകുമ്പോഴാണ് ഇത് ഒരു പരാജയമായി മാറുന്നത്. അങ്ങനെയുള്ള പ്രേക്ഷകരുടെ മനഃശാസ്ത്രം, വ്യൂവേഴ്സ് പൾസ് കുറേ കൂടെ കാലഘട്ടത്തിനനുസരിച്ച് മനസ്സിലാക്കി എഴുതാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അതാണ് നമ്മൾ ശ്രമിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഇവൻ്റെ 6 സിനിമകൾ ചെയ്തപ്പം എനിക്ക് മനസ്സിലായത് ഒരു പരിധി വരെ എങ്ങനെയാണ് ഈ ഫാമിലി ഓഡിയൻസിനെ പിടിക്കേണ്ടത് എനിക്ക് മനസ്സിലായി. ഞാൻ അതിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതൊരു വലിയ ക്രൗഡാണ്. ഈ റിയൽ ലൈഫ് സ്റ്റോറീസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ നേരിട്ട് ജീവിതത്തിൽ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ മനസ്സിലാക്കിയിട്ടുള്ള പലരുടെയും ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത് സിനിമയാക്കി മാറ്റുക. ചെയ്തിട്ടുള്ള ചിത്രങ്ങളിൽ പലതിലും അങ്ങനെ ഒരു കഥാസ്പർശം ഉണ്ടാവണം അല്ലേ? എൻ്റെ എല്ലാ സിനിമകളും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള നേരിട്ട് അറിഞ്ഞിട്ടുള്ള കഥകളിൽ കഥാപാത്രങ്ങൾ തന്നെയാണ്. എൻ്റെ ആദ്യത്തെ സിനിമ നൈറ്റ് ഡ്രൈവ് ബാംഗ്ലൂർ എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ഇൻസിഡൻ്റാണ്. സെയിം ഇൻസിഡൻ്റാണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിരുന്നതാണ് 10-ാം വളവ്. 10-ാം വളവിനെ സംബന്ധിച്ച് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മലപ്പുറത്ത് ഒരു ആവശ്യമായിട്ട് പോയ സമയത്ത് മഞ്ചേരിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട കണ്ടിട്ടുള്ള ഒരു കഥാപാത്രം. അദ്ദേഹം ഇപ്പോൾ അടുത്തിടയ്ക്കാണ് അദ്ദേഹം മരിച്ചുപോയത്. നമുക്കൊക്കെ അറിയാം ശങ്കരനാരായണൻ കൃഷ്ണപ്രിയ കേസ്. അപ്പോൾ അന്ന് വെടിവെച്ച് കൊന്നു. അത് തന്നെ. അന്ന് അദ്ദേഹത്തിൻ്റെ എന്താണെന്ന് എനിക്ക് പത്രങ്ങളിൽ വായിച്ചറിയാം. ഞാൻ ഭയങ്കര എന്താ പറയുക, എനിക്ക് 2 പെൺമക്കൾ അല്ലെങ്കിൽ എനിക്കൊരു മക്കൾ പെൺകുട്ടികളായ സമയത്ത് എനിക്ക് അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണെന്ന് അദ്ദേഹത്തിൻ്റെ ഫീൽ എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. അദ്ദേഹം എന്തുകൊണ്ട് അത് ചെയ്തു. അപ്പോൾ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ലെങ്കിൽ പോലും നിയമത്തിന് മുകളിലാണ് ഒരു അച്ഛൻ്റെ ഇമോഷൻ എന്ന് നമുക്കറിയാം. കാരണം മകളെ പിച്ചി ചീന്തി ഇട്ടേക്കുന്നത് കാണേണ്ടി വന്ന ഒരു അച്ഛൻ്റെ അവസ്ഥ. അതേ പ്രതിക്ക് നമ്മുടെ നിയമത്തിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ അദ്ദേഹം അത് കൊന്നുകളഞ്ഞു. അന്ന് എനിക്ക് തോന്നുന്നു ആ പത്രത്തിലെ വാർത്തകൾ ഒരുപക്ഷെ കേരളത്തിലെ അത് വായിച്ച ഏതൊരു പെൺമക്കളുള്ള അച്ഛനമ്മമാരും ഒരുപക്ഷെ ചെയ്തത് തെറ്റായില്ല, അങ്ങനെ തന്നെ വേണം എന്ന് ചിന്തിച്ചവരാവാം. ഇദ്ദേഹത്തിനോട് അന്ന് സംസാരിച്ച് പരിചയപ്പെട്ടൊക്കെ പോയി കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ വീണ ഒരു സ്പാർക്കാണ് 10-ാം വളവ് എന്നുള്ള കഥ. അങ്ങനെയാണ് ഞാൻ ആ കഥ എഴുതുന്നത്. പക്ഷെ ഞാൻ കഥ എഴുതി അല്ലെങ്കിൽ നമ്മൾ സിനിമ പുറത്തിറങ്ങി അത് കോവിഡ് സമയത്താണ് അത് ഇറങ്ങുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ യൂത്തിനോ അല്ലെങ്കിൽ ഇന്നത്തെ ട്രെൻഡ് സെറ്റേഴ്സിൽ അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ആ കഥ എത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ സിനിമ കണ്ട ഒരു ഫാമിലി ഓഡിയൻസിന്, അതായത് അച്ഛനമ്മ ആ ഒരു ഇമോഷണൽ നിൽക്കുന്ന ഫാമിലി ഓഡിയൻസിന് അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടൊരു പടം തന്നെയാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തിരക്കഥകളൊന്നും എനിക്ക് 10-ാം വളവിലാണ്. ചിലപ്പോൾ അതിനെ വിമർശിക്കുന്നവരും കാണും. പക്ഷേ ഈ ഇടയ്ക്ക് അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോഴാണ് ഞാനത് പറയുന്നത്. ഇങ്ങനെ അന്ന് അത് ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് പേര് വിളിച്ചിട്ട് ചേട്ടാ ഇപ്പോഴാണത് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ ആ സിനിമയെ എനിക്ക് വേണേൽ ഒരു സിനിമാറ്റിക് വേർഷനിലേക്ക് മാറ്റാമായിരുന്നു. ഭയങ്കര ത്രില്ലർ മൂഡിലേക്ക് മാറ്റാമായിരുന്നു. പക്ഷെ അങ്ങനെ അതിൻ്റെ ഡയറക്ടർ പപ്പേട്ടനും എൻ്റെ അടുത്ത് തന്നെ നമുക്കത് അങ്ങനെ തന്നെ ചെയ്യാം. കോടതി മുറ്റത്തിട്ടിട്ട് അതിൽ ആ പ്രതിയെ കൊല്ലുന്ന ഒരു മൊമെൻറ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ സീരിയസ്ലി ആ ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ അന്ന് ഏത് മാനസികാവസ്ഥയിലേക്ക് പോയെന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ അത് ആ കോവിഡ് സമയമൊക്കെ ആയതുകൊണ്ടാണ് ഒരുപക്ഷെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഞങ്ങൾക്ക് അതിനെ എത്തിക്കാൻ പറ്റാവുള്ളൂ. പക്ഷേ ഇന്ന് ആ സിനിമയുടെ ഒരു റീമേക്ക് പരിപാടി തമിഴിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നെ പേഴ്സണലി സാറ്റിസ്ഫൈ ചെയ്ത സിനിമയാണ് 10-ാം വളവ്. അത് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല. എന്നെ ആസ് എ റൈറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. അതിനുശേഷമാണ് മാളികപ്പുറം യഥാർത്ഥ സംഭവമാണ്. മാളികപ്പുറത്തെ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഓൾമോസ്റ്റ് 90% കേട്ടത് റിയലാണ്. പിന്നെ ആനന്ദ് ശ്രീവാല പേഴ്സണലി ഞാൻ പറഞ്ഞാൽ അത് ഒരു പരിധി വരെ ഞാൻ എന്നെ തന്നെ കാണാറുണ്ട്. അതിൽ ഈ മരിച്ചുപോയ അമ്മ എപ്പോഴും കൂടെ ഉണ്ടെന്ന് ചിന്തിക്കുന്ന മകൻ. എന്നെ സംബന്ധിച്ച് എൻ്റെ ചേട്ടൻ മരിച്ചുപോയതാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ചേട്ടനോട് സംസാരിക്കുകയോ ചെയ്യും, എന്താണ് നിങ്ങൾ എവിടെ പോയാണെന്നൊക്കെ ചോദിക്കും. ഇത് തന്നെയാണ് ഞാൻ എഴുതുമ്പോൾ എൻ്റെ കൂടെ അമ്മയുണ്ട് എന്ന രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. സുമതി വളവ് അറിയാലോ, തിരുവനന്തപുരത്ത് ഉള്ള റിയൽ സ്ഥലമാണ്. അതിനെ ബേസ് ആയിട്ടുള്ളൊരു പടം. അത് ഹ്യൂമറും ഹൊററും ഉണ്ട്. അത് ഹ്യൂമർ ഹൊറർ പടം, അല്ലാതെ സീരിയസ് ഹൊററേ അല്ല. പക്ക ഫ്രീക്കായിട്ടുള്ള ഒരു രക്ഷയാണ്. അതേപോലെ പിന്നെ ഇപ്പോൾ ചോറ്റാനിക്കര ചെയ്യാൻ പോകുന്ന സിനിമ ചോറ്റാനിക്കര ആണെങ്കിൽ പോലും ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ആ സിനിമ. സിനിമയുടെ ടൈറ്റിൽ മാളികപ്പുറം എന്ന് കേൾക്കുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാവുന്ന പോലെ ചോറ്റാനിക്കരയുമായി കണക്റ്റഡ് ആണോ ടൈറ്റിൽ? തീർച്ചയായും ടൈറ്റിൽ ചോറ്റാനിക്കര എന്നുള്ള പേര് ഉറപ്പായിട്ടും കാണും. അതിനെ ബേസ് ആയിട്ടുള്ള ഒരു പേരാണ്. അതെ, പ്ലസ് ഒരു ക്യാരക്ടറിന്റെ പേരും കൂടെ.
അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നൊരു പ്രോജക്റ്റാണ്. പിന്നെ എനിക്ക് അടുത്ത ഏറ്റവും വലിയ അത് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഒരു സിനിമ. അത് ഈ പറയുന്ന പോലെ തന്നെ വടക്കൻ മലബാറിനെ ബേസ് ചെയ്തിട്ട് പറയുന്ന ഒരു ഡിവോഷണൽ മാസ് പടമായിരിക്കും. ഹെവി മാസ് ആക്ഷൻ പടമായിരിക്കും. അതാണ് ഇപ്പോൾ ഡയറക്ഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഹരിയേട്ടൻ്റെ ഒരു ഷോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പമ്പ. തീർച്ചയായിട്ടും പമ്പ ഈ വർഷമോ അല്ല അടുത്ത വർഷം ആദ്യം സംഭവിക്കുന്നതിനാണ് ഈ പോക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഇതൊക്കെയാണ് ശരിക്കും, അതായത് പ്രേക്ഷകർക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ട് പ്രതീക്ഷ നൽകുന്ന വിധത്തിൽ തോന്നുന്നുണ്ട്. അല്ല, അങ്ങനെയുള്ള പടങ്ങൾ ചെയ്താൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് തിയേറ്റർ സക്സസ് ആണ് ഏത് സിനിമയും വേണ്ട. അപ്പം വലിയ ക്യാൻവാസിൽ ഒരുക്കിയാൽ മാത്രമാണ് സിനിമ. ഈ ക്യാൻവാസ് ഞാൻ പറയുന്നത് ബഡ്ജറ്റ് അല്ല, വലിയ ക്യാൻവാസ് ഉദ്ദേശിക്കുന്ന കണ്ടന്റ് വലുതായിരിക്കണം. അപ്പം എപ്പോഴും ഞാൻ കണ്ടന്റിന് വാല്യൂ കൊടുക്കുന്ന റൈറ്ററാണ്. ഒരിക്കലും ഞാൻ അത് ഒരു 50 കോടി സിനിമ ആക്കാൻ വേണ്ടി ഞാൻ കണ്ടന്റ് എഴുതാറില്ല. എൻ്റെ കണ്ടന്റിന് 5 കോടി മതി, 5 കോടി. പക്ഷെ ആ 5 കോടിയുടെ കണ്ടന്റ് ഞാൻ സ്ട്രോങ് ആണ്. നമ്മൾ വാർത്തകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലഹരിമയമാണ്. അതായത് ചെറുപ്പക്കാർ ലഹരിക്കടിമപ്പെട്ട് വഴി തെറ്റുന്നു, അല്ലേ? വഴിതെറ്റുന്ന മാത്രമല്ല, വാർത്തകൾ വായിക്കാൻ പേടിയാവുന്നു. പത്രത്തിൽ ഫ്രണ്ട് പേജൊക്കെ എടുത്ത് നോക്കിയാൽ ഓൾമോസ്റ്റ് ഇങ്ങനെയുള്ളത്. അതിനിടയിലും അറിവിൻ്റെ ലഹരി തേടുന്നവരുണ്ട്, വായനയുടെ ലഹരി. ഇപ്പോൾ നമുക്ക് ഉത്സവകാലമാണ്. ഇപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൂരം, തൃശ്ശൂർ പൂരം അടക്കം വരുന്നു, ആറാട്ടുപുഴ പൂരം എന്നുള്ള പൂരമൊക്കെ പൂർത്തി വരുന്നു. അപ്പോൾ ഉത്സവ ലഹരികളുണ്ട്. അപ്പോൾ ലഹരി എന്ന വാക്കിന് 2 അർത്ഥമുണ്ടെന്നായാലും അഭിലാഷിൻ്റെ ലഹരികൾ എൻ്റെ ഏറ്റവും വലിയ ലഹരി സിനിമയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടവും സിനിമ കാണുക, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാം. ഈ പുസ്തക വായന എനിക്ക് തോന്നുന്നു ഇപ്പോൾ വളരെ കുറഞ്ഞു ഞാൻ. കാരണം വെച്ചാൽ ഒന്ന് നമ്മുടെ തിരക്കുകൾക്കിടയിൽ വൈകാതെ പറഞ്ഞു. പക്ഷേ സിനിമകളിൽ ഞാൻ ഇന്നും എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, എന്നും ഞാൻ ഒരു വരിയെങ്കിലും എഴുതാതെ ഞാൻ ഉറങ്ങില്ല. ഒരു 10 മിനിറ്റെങ്കിലും ഒരു സിനിമയുടെ ഒരു പോർഷനെങ്കിലും കാണാൻ ഞാൻ ഉറങ്ങില്ല. അതെൻ്റെ അഡിക്ഷനാണ്. പക്ഷേ ഈ പറയുന്ന ഇന്നത്തെ ജനറേഷൻ്റെ ഈ ലഹരി കാണുമ്പോൾ നല്ല പേടിയുണ്ട്. കാരണം ഞാൻ മദ്യപിക്കാത്ത ആളാണ്, ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ നന്നായി സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു. ഞാൻ അച്ഛൻ്റെ ഈ സിഗരറ്റ് വലിക്കെതിരെ അമ്മ ബഹളം ഉണ്ടാക്കുന്നതും ഇത് കണ്ടു വളർന്നുണ്ടാകും. എനിക്ക് ഇതിനോടൊന്നും അഡിക്ഷൻ തോന്നിയിട്ടില്ല. പക്ഷേ നമ്മൾ ചുറ്റും നിൽക്കുന്നവർ ചെയ്യുമ്പോൾ ഞാനിത് തിരുത്താൻ പോകാറില്ല. കാരണം വെച്ചാൽ നമ്മൾ തിരുത്തുന്നവരെ ഒരു ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ലോകത്തൊരു മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ളത് ഉപദേശമാണ്. ചെന്നൈയിൽ എൻ്റെ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ പോയപ്പോൾ ഞാൻ മുന്നേ ആ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ പണ്ടും പോകുമ്പം അവൻ്റെ അനിയത്തി എന്ന് പറയുന്നത് വളരെ ക്ഷാമമായിട്ട് നമ്മുടെ അടുത്ത് ഓടി വരികയും സംസാരിക്കുകയും ചെയ്തത് ഭയങ്കര ലവബിളായിട്ടൊരു കുട്ടിയായിരുന്നു. ശിവൻ എൻ്റെ അടുത്തൊരു മാറ്റർ പറഞ്ഞു ഇങ്ങനെ. പക്ഷെ ആ വർഷം അടുത്ത സമയത്ത് അവിടെ ചെല്ലുമ്പം ആ പെൺകുട്ടി ആകെ മാറിയിരിക്കുകയാണ്. അത് ഭയങ്കര ലീനായി, അവിടെ സംസാരിക്കില്ല. അതിൻ്റെ ഫ്രണ്ട്സ് അതിനെ അഡ്വൈസ്, ഒരു ചെറിയ ഡിപ്രഷനിലേക്ക് പോകേണ്ട അവസ്ഥയായിരുന്നു. അപ്പോഴാണ് ഈ പയ്യൻ പറയുന്നത് ഈ ഡ്രഗ്സിൻ്റെ യൂസ് തുടങ്ങി, അവരത് പിടിച്ചു, കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. ഒരു കുട്ടിയുടെ ലൈഫ് തന്നെ ഇല്ലാതായിപ്പോൾ ഒരു അവസ്ഥയിലേക്ക് അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് കേൾക്കാനോ അല്ലെങ്കിൽ ഞങ്ങളിത് തിരുത്താം എന്നല്ല, അവർ ഭയങ്കര അഡമൻ്റായി മാറും. നമ്മളവിടെ ശത്രുവായി മാറും. നമ്മൾ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ നീ ആരാ, താനാ തന്നെ അഡ്വൈസ് ചെയ്യാൻ, ഈ ഒരു ആറ്റിറ്റ്യൂഡിലെത്തും. എനിക്ക് തോന്നുന്നു ഇത് ഉപയോഗിക്കുന്നവർ ഇവർക്ക് ഭയങ്കര ധൈര്യം കിട്ടുമെന്ന് തോന്നുന്നു. അല്ലാതെ ഇതിനോടൊരു പേടി, നാളെ ഇത് പോലീസ് പിടിക്കും അല്ലെങ്കിൽ കേസാവും പ്രശ്നമാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടി ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ വാർത്തകൾ കാണുമ്പോൾ ഇത് പലരും തിരുത്തിയാണ്. നാളെ നമുക്ക് മക്കൾ വളർന്നു വരുവാണ്, എല്ലാവരും ഉണ്ട്, ഇവർ സ്കൂളിൽ പോകുന്നുണ്ട്, ഇവർക്ക് ചുറ്റും എന്തോരം പുതിയ ആളുകൾ വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഒരു അവസ്ഥയിൽ ആസ് എ ഫാദർ ഇവരെയൊക്കെ പുറത്തേക്ക് വിടുമ്പോൾ പേടിയാണ്. പിന്നെ ആകെ എനിക്ക് പറ്റുന്നത് വെച്ചാൽ നമ്മളിവരെ അവെയർ ആക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. മാത്രമല്ല നമ്മുടെ സൗഹൃദ സദസ്സിൽ നമ്മളിത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക നമുക്ക് പറ്റുന്നത് ചെയ്യാം. സൗഹൃദത്തിന്റെ ലഹരി എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട് സുഹൃത്തുക്കൾ ആരോഗ്യം? അല്ല, എനിക്ക് സൗഹൃദത്തിന്റെ ലഹരി കൂടുതലാണ്. അത് എൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ ഒരു തവണ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളോട്ട് ഒരു തവണ നല്ല കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ അത് ലൈഫ് ലോങ് ഞാൻ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. സിനിമയിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ണി എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളിൽ ഒരാളാണ്. ഉണ്ണിയുണ്ട്, രഞ്ജനുണ്ട്, വിഷ്ണു, ജയസൂര്യ എൻ്റെ ഭയങ്കര അടുത്ത സുഹൃത്ത്. ചേട്ടൻ ഞങ്ങൾ തമ്മിൽ മിക്ക ദിവസം സംസാരിക്കുന്ന ആളാണ്. സൈജു ചേട്ടൻ ഞാനും ഭയങ്കര ക്ലോസ് ആണ്. പിന്നെ എൻ്റെ ടീം തന്നെ ഉണ്ട് എൻ്റെ ചുറ്റും നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ അസിസ്റ്റൻസ് പിള്ളേരുണ്ട്, എൻ്റെ അസോസിയേറ്റ്സ് ഉണ്ട്. ഇവരൊക്കെ എനിക്ക് അത്രയും എൻ്റെ പിന്നെ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എൻ്റെ മൂത്ത മോളാണ്. അവളാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്. അവളും ഇപ്പോൾ ഇളയവളും അത് തന്നെ. മൂത്തവൾ വലിയ സുഹൃത്തായി മാറിയപ്പോൾ ഇളയവൾ അതിനേക്കാൾ വലിയ സുഹൃത്താവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വൈഫ് വളരെ സപ്പോർട്ടിങ് ആണ്. എൻ്റെ ഞാൻ സിനിമയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്തേക്കുന്ന ആളാണ്. പിന്നെ എൻ്റെ അച്ഛൻ അമ്മയായാലും എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അച്ഛൻ ഞാൻ ഈ സുഹൃത്തുക്കളെ പോലെയാണ്. ഞങ്ങളൊരിക്കലും അച്ഛൻ മകൻ എന്ന രീതിയിലല്ല. അച്ഛൻ എന്നെ വളരെ സിനിമയിലേക്ക് പോകാൻ തന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച അച്ഛനാണ്. ജോലി റിസൈൻ ചെയ്തോളാൻ പറഞ്ഞ അച്ഛനാണ്. അപ്പം എനിക്ക് ചുറ്റും ഞാൻ കണ്ടു വളർന്ന പോലത്തെ ആളുകളെ തന്നെ എനിക്ക് ബാക്കിയുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവരും നമുക്ക്
ഒരുപാട് കൊണ്ടാവില്ല, പക്ഷെ എനിക്കൊരു നല്ല സൗഹൃദ വലയുണ്ട്. അതായത് സിനിമയിൽ, മലയാള സിനിമയിൽ കുടുംബ ചിത്രങ്ങൾ കുറഞ്ഞു പോകുന്നു എന്ന് പറയുന്ന പുതിയ കാലത്തും കുടുംബ ബന്ധങ്ങളുടെ ഹൃദയസ്പർശിയായിട്ടുള്ള കഥാമുഹൂർത്തങ്ങൾ അവതരിപ്പിക്കുന്ന റൈറ്റർ അഭിലാഷ് പിള്ള സ്വന്തം ജീവിതത്തിലും കുടുംബ ബന്ധത്തിന്, സ്നേഹബന്ധത്തിന്, സൗഹൃദത്തിന് ഏറ്റവും മൂല്യം കൽപ്പിക്കുന്ന, ഒരു പക്ഷേ അതിനേക്കാൾ സുഖകരമായിട്ടുള്ള ഉല്ലാസം നിറഞ്ഞ ജീവിതാവസ്ഥയിലേക്ക് പോകാമെങ്കിലും അത് മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ജീവിക്കുന്ന അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, സുഹൃത്തുക്കൾ, അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടം. ഈ വിഷുക്കാലത്ത് ആ കുടുംബ ബന്ധങ്ങൾ നിറഞ്ഞ കഥകൾ ഉണ്ടാവട്ടെ, ജീവിതത്തിലും ഏറ്റവും വലിയ സന്തോഷം നിറയട്ടെ. എല്ലാ ആശംസകളും. തീർച്ചയായിട്ടും. അപ്പം എൻ്റെ കഥകൾ ഇനിയും, ഞാൻ എത്ര സിനിമയാണ്, ഞാൻ ഇനി 10 സിനിമയാണ് അല്ലെങ്കിൽ 1 സിനിമയാണെങ്കിലും അത് ഫാമിലിക്കുള്ള സിനിമയാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഹാപ്പി വിഷു. ഓൾ ദി ബെസ്റ്റ്.